ഹായ് ഗായ്സ്, നമ്മൾ സ്റ്റഡി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ സ്കൂളിൽ പോയില്ലായിരുന്നു, നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രാവിലെയുള്ള സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വൈകുന്നേരം ഒരു 7 മണി അടുക്കാറായിട്ടുണ്ട്. ഇപ്പോൾ കൂടി എന്തെങ്കിലുമൊക്കെ നോക്കിയില്ലെങ്കിൽ ഇന്നൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് ഉണ്ടാവും. അതാണ് മാത്സ് പ്രോബ്ലം ചെയ്യാൻ വെച്ചത്. ഞാനിപ്പോൾ ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഡിറ്റർമിനൻസിൻ്റെ കുറച്ച് പ്രോബ്ലംസും പിന്നെ ഫിസിക്സിൻ്റെ ഒരു ചാപ്റ്റർ റിവിഷനും കൂടി ചെയ്യാമെന്ന് വെച്ചു. പിന്നെ വേറൊരെണ്ണം കൂടി ഞാൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒന്ന് നോക്കാമെന്ന് വെച്ചു. പക്ഷെ അതൊന്നും ചെയ്തില്ല ശരിക്കും. ഈ കണ്ണട മേടിച്ച സമയത്തൊക്കെ ഞാൻ എപ്പോഴും ബോക്സിലൊക്കെ ആയിട്ട് ആക്കി വെക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ടേബിളിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വലിച്ചെറിഞ്ഞിട്ടേക്കും. നാളെ ട്യൂഷൻ ക്ലാസ്സിൽ ഡിറ്റർമിനൻസിൻ്റെ ഇൻവേഴ്സിൻ്റെ ആപ്ലിക്കേഷനൊക്കെയാണ് ടോപ്പിക്ക് വരുന്നത്. ഓരോ വിഷയത്തിൻ്റെയും പ്രീവിയസ് ക്ലാസ്സിലെടുത്ത ടോപ്പിക്ക് അടുത്ത ക്ലാസ്സിൽ രാവിലെ എക്സാം ഉണ്ടാവും. അതുകൊണ്ടൊന്നും പഠിക്കാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല. ഒന്നുമില്ലെങ്കിലും പിറ്റേ ദിവസം എക്സാം ടോപ്പിക്കെങ്കിലും നമ്മൾ തീർത്തു. ഞാൻ ആദ്യം ട്യൂഷൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച കുറച്ച് പ്രോബ്ലംസ് ഇരുന്നാണ് ചെയ്തത്. പിന്നെയാണ് ടെസ്റ്റിലേക്ക് പോയത്. ട്യൂഷൻ്റെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയമായി. പിന്നെ ടെസ്റ്റിൽ അധികമൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു എക്സസൈസ് മറ്റോ ചെയ്തു. ഒരു എക്സസൈസിൽ എനിക്ക് തോന്നുന്നു ഞാൻ 10 ചോദ്യങ്ങൾ എന്താണ്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തിട്ട് എനിക്ക് കൂടെ തെറ്റിപ്പോകുന്നുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, പഴയതുപോലെയുള്ള ഒരു ഫോക്കസ് കിട്ടുന്നില്ല. ചിലപ്പോൾ അത് ഈ പോർഷൻ്റെ കുഴപ്പമായിരിക്കാം. ഞാൻ സാധാരണ ആവശ്യമില്ലാത്ത റഫ് പേപ്പേഴ്സിലൊക്കെയാണ് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാറ്. അതേപോലെ തന്നെ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് കാണാതെ എഴുതൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഇങ്ങനത്തെ പേപ്പേഴ്സിലാണ്. കുറച്ച് നാൾ മുമ്പ് എൻ്റെ ഒരു കസിൻ ചേട്ടൻ്റെ റെക്കോർഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതിൽ ചെയ്യുമായിരുന്നു. ഇന്ന് 1 മണിക്കൂറൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ എടുത്തുള്ളൂ. അപ്പോഴേക്ക് ക്ഷീണിച്ചു. പിന്നെ ഈ വെക്കേഷൻ മോഡ് ഇതുവരെ മാറിയിട്ടില്ല. പഠിക്കാനിരിക്കുമ്പോൾ ഉള്ളൊരു ഡിസ്കംഫേർട്ട് ഇപ്പോഴും ഫീൽ ആവുന്നുണ്ട്. ആ ഒരു ട്രാക്കിലേക്ക് എത്താൻ കുറച്ചുകൂടി ടൈം വേണ്ടി വരുമായിരിക്കും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. കുറേ നേരം പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചപ്പോൾ തിരിച്ച ബുക്കൊക്കെ അവിടെ വെച്ചു. ദെൻ ഐ ടുക്ക് എ സ്മോൾ ബ്രേക്ക്. പിന്നെ ഫിസിക്സിൻ്റെ 2 ടെസ്റ്റ് വെച്ചിട്ട് ഏത് ചാപ്റ്റർ റിവൈസ് ചെയ്യണമെന്ന് ഇങ്ങനെ കുറേ നേരം നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ വിചാരിച്ച് ന്യൂക്ലിയൈ റിവൈസ് ചെയ്യാമെന്ന്. അത് 13 ചാപ്റ്റർ ആണ്. തുടക്കത്തിൽ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചു തുടങ്ങിയത്. സാർ പറഞ്ഞത് ഇതൊക്കെയാണ് ഏറ്റവും ഈസി ചാപ്റ്റേഴ്സ്, അതുകൊണ്ട് അത് ആദ്യം തീർന്നു പോട്ടെ. ഏതാണ്ട് ഒരു അരമണിക്കൂറൊക്കെ ഞാൻ അതിരുന്ന് വായിച്ചു. ഏതാണ്ട് 1 മാസം മുമ്പാണ് ഈ ചാപ്റ്റർ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചത്. ഏകദേശം അതിൻ്റെ കാര്യങ്ങളൊക്കെ മറന്നുപോയായിരുന്നു. ഫുൾ ചാപ്റ്റർ റിവിഷനൊന്നും നടക്കില്ല എന്നറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം മാത്രം ഇരുന്ന് വായിച്ചിട്ട് മടക്കി വെച്ചു. ഇന്നങ്ങനെ കാര്യമായിട്ട് വേറൊന്നും പഠിച്ചില്ലായിരുന്നു. അത്ര പ്രൊഡക്റ്റീവ് അല്ലാത്ത വീഡിയോ ആണ്. എന്നാലും ഞാനിതൊരു വ്ളോഗായിട്ട് അങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു ദിവസം കാണാം. ബൈ.